തന്നെയാണ് ജീവിതം എന്ന് വിചാരിച്ച് കുറച്ചു കാലമൊക്കെ ഉണ്ടാവും, പിന്നെന്താവും, പിന്നെ ഈ കാണപ്പെട്ടത് അത് ചില ന്യൂനതകൾ കാണുമ്പോ എന്തായി തീർന്നു, ഇതല്ല എന്ന് മനസ്സിലാവുമ്പോ എന്തായി തീരും, അപ്പൊ മെല്ലെ മെല്ലെ അത് പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അതാണ് അധികം നടക്കുന്നത്. അത് 95% പരാജയമാണെന്ന് പറയാൻ കാരണം അതാണ്. കാരണം സ്ഥൂല ശരീരത്തിൽ അഭിമാനിച്ചിട്ട് വശകരായിട്ട് ഉണ്ടാകുന്നതാണ്. അത് കാമമാണ്. എന്ത് കിട്ടും, അല്ലെങ്കിൽ എന്തോ കണ്ടിട്ട്, മറ്റെന്തോ ബാഹ്യമായ എന്തോ കണ്ടിട്ട് ഉള്ളതാണ്. സ്നേഹം എന്നുള്ളതല്ല, സ്നേഹം എന്നുള്ളത് ആനന്ദമയ കോശത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് പഠിച്ചിട്ട് വേണം ആര് വ്യവഹാരത്തിൽ കൂടി വ്യാപരിക്കാൻ അർത്ഥം. എന്നാൽ തെറ്റ് വരില്ല. ഇപ്പൊ അടുത്ത് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് വേറൊന്നാണ്. ലോകസുന്ദരി പട്ടം വാങ്ങിയ കുട്ടിയെ വലിയതൊന്നും അറിയില്ല, ഏതായാലും അതിന്റെ സംഭാഷണം ഇപ്രാവശ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. ശ്രദ്ധിച്ചോ? കറുപ്പാണ്, കറുപ്പ് ബഹുമാനിക്കപ്പെട്ടു, വെളുപ്പല്ല. വായിച്ചില്ലേ? പത്രത്തിൽ വന്നില്ലേ? സാധാരണ വെളുപ്പാണ്, ഈ പ്രാവശ്യം കറുപ്പാണ്. ആ കുട്ടി വാക്കുകൊണ്ടാണ് സൗന്ദര്യപട്ടം വാങ്ങിയത്. എന്തായിരുന്നു വാക്ക്? സൗന്ദര്യം ബാഹ്യമല്ല, ആന്തരികമാണ്. അടിവരട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണത്. വേദാന്താണ് പറഞ്ഞത് അല്ലേ? സുന്ദരേശൻ ശിവനാണ്. ശിവന്റെ സൗന്ദര്യം എന്താ? ആലോചിച്ച് നോക്ക്. ബാഹ്യമാണോ? കരിമേഘം പോലെ കറുപ്പനാണ് കൃഷ്ണൻ. സൗന്ദര്യം എവിടെയാ? സൗന്ദര്യത്തിനല്ല കുറവുണ്ടോ? സൗന്ദര്യം എവിടെയാണ്? അകത്താണ്, പുറത്തല്ല. പുറത്താണെന്ന് ധരിക്കുന്നതാണ് എന്ത് പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത്. പുറത്തുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, പക്ഷെ പുറത്തല്ല വേണ്ടത്, അകത്താണ്. അപ്പൊ ലോകസുന്ദരി ആയാലും ലോകസുന്ദരനായാലും ആവേണ്ടത് എവിടെയാ? അകം കൊണ്ടാണ്. പക്ഷെ അത് തിരിച്ചറിയാഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള കോശമാണ് ഏത് ആനന്ദമായ കോശം. ആനന്ദമായ കോശത്തിൽ അഭിമാനിക്കുന്നവർക്ക് എന്തുണ്ടാവും? അത് തിരിച്ചറിയും. നല്ല ഇഷ്ടം ഉണ്ടാവും, നല്ല സ്നേഹം ഉണ്ടാവും. നല്ലതാ, അതും അഭിമാനാണ്. എന്നാലും അഭിമാനത്തിലൊരു മൂത്ത അഭിമാനാണ്. ഏതായാലും കുഴപ്പമില്ല. ശരി, തൽക്കാല സമയമായിട്ടുണ്ട്. അടുത്തത് 15. ഇനിയിപ്പോ ഇതിനെ ഉമി കളയുന്നത് പോലെ, അരിയുടെ ഉമി കളയുന്നത് പോലെ ഇനി ആ ആവരണം അവിടെ നീക്കുക. അപ്പൊ ബാക്കി എന്തുണ്ടാവും? അതാണ് സുഖം. അതെന്താ നോക്കുക. അപ്പൊ ഇവിടെ എത്താൻ നേരത്തെ സുഖാട്ടോ അല്ലേ? ശരി. അപ്പൊ ബാഹ്യമായ ക്ലേശങ്ങൾ അധികം ഉണ്ടാവും, അത് ഇല്ല എന്ന് പറഞ്ഞില്ലേ? എത്രത്തോളം ആത്മാ തത്വത്തിനോട് നമ്മൾ അടുക്കുന്നുവോ അത്രത്തോളം ബാഹ്യമായത് ക്ലേശങ്ങൾ ഉണ്ടാവും. ക്ലേശമില്ലാതെ എളുപ്പത്തിലൊന്നും നേടാൻ പറ്റില്ല. പക്ഷേ ആ ക്ലേശം അല്ലാതാവുന്നു വലിയൊന്നും ഒരു ലക്ഷ്യം മുന്നിൽ കാണുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.